ഷാഫി ഉസ്താദെ, ഓ, ഒരു ന്യൂസ് അറിഞ്ഞോ? എന്താ ന്യൂസ്? മാരിയോ ജോസഫ് ആ, ജിജുവിനെ തല്ലി എന്നുള്ള ന്യൂസ് അറിഞ്ഞോ? മാരിയോ ജോസഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുലൈമാൻ തുർക്കി എന്ന് പറഞ്ഞ ആളല്ലേ? യെസ്. ഇസ്ലാമിൽ നിന്ന് പോയാൾ. അദ്ദേഹം ഒരു മോട്ടിവേറ്ററാണ്. അദ്ദേഹം കുടുംബിനികൾക്കും കുടുംബനാഥന്മാർക്കും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ്. എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതെന്നൊക്കെ വളരെ വിശാലമായി ചർച്ച ചെയ്ത ആൾ. ഭാര്യയെ തലയ്ക്കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വെരി ഇമ്പോസിബിൾ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒന്ന് രണ്ട് ഡയലോഗ് അടിക്കുമ്പോഴേക്ക് നിങ്ങൾ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെട്ട നിങ്ങൾ. എന്നാൽ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആയിക്കോട്ടെ, ലെറ്റ്സ് പ്ലേ. അത് നിങ്ങളൊന്ന് നോക്കൂ. കുടുംബജീവിതം പ്രമേയമാക്കി നിരവധി മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നവരാണ് മാരിയോയും ജിജിയും. മാരിയോ തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് ജിജി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി വിശുദ്ധമായ ഇസ്ലാമിൽ നിന്നും പടിയിറങ്ങി ക്രൈസ്തവ സമൂഹത്തിലേക്ക് പോയപ്പോൾ അവരെ കരഘോഷം കൊണ്ട് അദ്ദേഹത്തെ വാരിപ്പുണർന്ന ക്രിസ്ത്യാനികൾ ഇസ്ലാമിൽ നിന്നും ഒരു കുട്ടിയെ കിട്ടിയപ്പോൾ, ഒരാളെ കിട്ടിയപ്പോൾ ആഘോഷിച്ച് കളയാമെന്നും വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ലാസ്റ്റ് ഇപ്പോൾ കാസ പറഞ്ഞേക്കുന്നത് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ട്രോജൻ കുതിരയാണ്, ഇസ്ലാം മുസ്ലിങ്ങൾ അയച്ച ട്രോജൻ കുതിരയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, മുസ്ലിമായ ഒരു വ്യക്തി മറ്റൊരു മതത്തിലേക്ക് പോവുക എന്നത് ഞങ്ങൾക്ക് എതിരല്ല. ഓരോരുത്തർക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഓരോ മതങ്ങളും സ്വീകരിക്കാം. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് പോയാൽ ഒരിക്കലും ആ വ്യക്തിക്ക് ആ മതത്തിൽ സത്യസന്ധതയോടുകൂടി ഒരിക്കലും ജീവിച്ച് പോരാൻ കഴിയില്ല. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിർത്തില്ലേ മുർസേ? ഓക്കെ.